ഒരു തിരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം അകലെ നിൽക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഒരു പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അദ്ദേഹം സംസാരിക്കുക ഉമ്മൻചാണ്ടി 5 വർഷം കൊണ്ട് ഈ കേരളത്തിൽ കൊച്ചി മെട്രോ കൊണ്ടുവന്നു, അതുകൊണ്ട് 10 വർഷം ഭരിച്ച ഞാൻ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അങ്ങനെ പറയാൻ പുതിയ മെട്രോ കേരളത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുക ഉമ്മൻചാണ്ടി 5 വർഷം കൊണ്ട് മലയാളം സർവകലാശാലയും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട്, 10 വർഷം കൊണ്ട് ഞാൻ അതിലേറെ സർവകലാശാല കൊണ്ടുവന്നു എന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അങ്ങനെ പറയാൻ ഒരു പുതിയ സർവകലാശാലയും അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല അദ്ദേഹം സംസാരിക്കുക 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി വയനാട്ടിലും മലപ്പുറത്തും പാലക്കാട്ടുമൊക്കെ പുതിയ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, 10 വർഷം കൊണ്ട് അതിലേറെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അങ്ങനെ പറയാൻ ഒരു പുതിയ മെഡിക്കൽ കോളേജും ഈ പിണറായി വിജയന്റെ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിച്ചത് കേരളത്തിൽ 30-ൽ പരം കോളേജുകൾ ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പി.കെ. അബ്ദുറഹ്മാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ്. 5 വർഷം കൊണ്ട് 30-ലധികം ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ ഉണ്ടാക്കിയ കേരളത്തിൽ 10 വർഷം കൊണ്ട് ഞങ്ങൾ അതിലേറെ കോളേജ് ഉണ്ടാക്കി, അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പിണറായി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പുതിയ കോളേജ് പോലും 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിർഭാഗ്യവശാൽ 9.5 വർഷം ഭരിച്ച മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം, കാരണം ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കും എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്.